ഇന്ന് സമരം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ പല രീതിയിലും സമരം തുടരുമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കുന്നവരെ, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നവരെ നമ്മൾ സമരം തുടരും. നമ്മുടെ സമരത്തിന്റെ 1ാം വാർഷികത്തിൽ നമ്മൾ ആയിരങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരും. എന്ത് തോന്നുന്നു? സമരം അവസാനിക്കുകയാണ്. ഒരു വിഷമമുണ്ടോ ഇവിടെ നിന്ന് പോകുന്നതിൽ? ഇല്ല, ഇനി പുതിയ ഘട്ടത്തിലേക്ക് പോകുമല്ലേ ഞങ്ങള്. ഇതിനേക്കാൾ തീവ്രമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് രാത്രിയും പകലും, അത് രാത്രിയിലെ സമരം അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാപ്പകൽ സമരത്തിനൊരു മാറ്റം എന്നേ ഉള്ളൂ. സമരം 21,000 രൂപ കൈ കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ നിർത്തൂ. മുഖ്യമന്ത്രി 1000 രൂപ പ്രഖ്യാപിച്ചു. അതിൽ സംതൃപ്തി ഉണ്ടോ? അതാണോ സമരം അവസാനിപ്പിക്കാനുള്ള കാരണം? ആ സംതൃപ്തി അല്ല, പക്ഷെ ഞങ്ങളെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ സമരത്തിൽ ഇരുന്നപ്പോൾ 1 രൂപ പോലും കൂട്ടത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ ഓണറേറിയം തരേണ്ട കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് പഴിച്ചാരി ഒരു വ്യക്തി ഇപ്പൊ 1000 രൂപ വർദ്ധിപ്പിച്ചാൽ മനസ്സിലായല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തരേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ചെയ്തതിന്റെ, ഞങ്ങൾ അല്ലെങ്കിൽ സമരം ചെയ്തതിന് 1000 രൂപയെങ്കിൽ 1000 രൂപ വർദ്ധിക്കും. പക്ഷെ ഞങ്ങൾ സമരം നിർത്തത്തില്ല. 25,000 രൂപ കിട്ടുന്നതിനും അനുജ, അങ്ങനെ തന്നെയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 8 മാസത്തിലധികം കാലം ആശമാർ സമരം ചെയ്തത്. അതിൽ 1000 രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് പോരാ, അവർ അതിൽ സംതൃപ്തരല്ല. 1000 എത്രയോ ചെറിയ തുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആശമാർ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷം ജില്ലാ തലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി നേരത്തെ തന്നെ അഭിവാദ്യം അർപ്പിച്ചു മടങ്ങി. അതിനുശേഷമാണ് വി ഡി സതീശൻ വേദിയിലേക്ക് എത്തിയത്. വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.